ആത്മാർത്ഥമായി നമ്മൾ അതേ ദൈവകൃപയിലേക്ക് നമ്മൾ കടന്നു വന്നു. ദൈവത്തെ സ്നേഹിപ്പാൻ, സേവിപ്പാൻ, ദൈവത്തിൽ ആശ്രയിച്ച് അവൻ ജീവിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ തുടങ്ങിയ നാൾ മുതൽ ദൈവത്തിന്റെ കരുതലുകളും ദൈവത്തിന്റെ പരിപാലനവും ദൈവത്തിന്റെ വിശ്വസ്തതകളും എത്രത്തോളം നമുക്ക് അനുഭവിക്കുവാൻ ഇടയാകുന്നു എന്ന് ആമേൻ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഒത്തിരി ഒത്തിരി ആമേൻ ഹല്ലേലൂയ ദൈവ സ്നേഹത്താൽ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുവാനിടയായി തീരും. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ സേവിച്ച് ആമേൻ നിലകൊണ്ടതായ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ആമേൻ തന്റെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവം എത്രത്തോളം ആ മനുഷ്യനെ സ്നേഹിച്ചു എന്നും എത്രത്തോളം ആ മനുഷ്യനെ കരുതിയെന്നും എത്രത്തോളം ദൈവം ആ മനുഷ്യനെ സംരക്ഷിച്ചു എന്നും ആമേൻ മനസ്സിലാക്കിക്കൊണ്ട് നിറഞ്ഞ ഹൃദയത്തിൽ ആമേൻ ആ ഭക്തനെടുക്കുന്ന തീരുമാനമാണ് ആ സങ്കീർത്തനത്തിന്റെ പ്രഥമ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുവാനിടയാകുന്നത്. ഇങ്ങനെയാണ് ആമേൻ അതെ ആ സങ്കീർത്തനത്തിന്റെ പ്രഥമ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. എന്താ വായിക്കുന്നത്? എന്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയായ കൊമ്പും ജീവിതത്തിൽ ഞാൻ വിലയിരുത്തുമ്പോൾ താൻ എടുക്കുന്ന തീരുമാനം, താൻ എടുക്കുന്ന സമർപ്പണമാണ്. ആമേൻ. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ ബലമായ യഹോവയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ ബലമായ യഹോവയെ ഞാൻ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു. ആമേൻ. എന്റെ ബലമായ യഹോവയെ ഞാൻ എന്ത് ചെയ്യുന്നു? അടുത്തത് ചില വാക്കുകളിൽ ആമേൻ ഹല്ലേലൂയ താൻ ഒതുക്കുന്നത് ദൈവത്തിൽ നിന്ന് അനുഭവിച്ച അനുഭവങ്ങളാണ്. എല്ലാം ദൈവമാണ്. അടുത്ത വാക്കുകൾ വായിക്കുമ്പോൾ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും എനിക്ക് എന്റെ ജീവിതാനുഭവത്തിൽ എല്ലാം വേറെ ആരും. അതുകൊണ്ട് ഒരു തീരുമാനം കൂടെ തന്നെ എടുക്കുക. അതുകൊണ്ട് സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യും. അപ്പൊ ഇനിയും അല്ലേ, ഇനിയും അത് തന്നെ ഞാൻ ചെയ്യും. ഇനിയും അത് തന്നെ ഞാൻ ചെയ്യും. നമ്മളിപ്പോൾ നമ്മൾ സങ്കീർത്തനം വായിച്ചതിന് ശേഷം നമ്മളൊരു പാട്ട് പാടി അല്ലേ? പാട്ട് പാടിയേ പ്രയാസങ്ങൾ നേരിടും നേരത്ത് ചാരവേ ഞാൻ കാണുന്നുണ്ട് എന്റെ സ്നേഹസഖിയ അല്ലേ? വീണ്ടും നമ്മൾ പാടി ക്ഷീണിത ആമേൻ ഹല്ലേലൂയ ക്ലേശങ്ങളിൽ രോഗങ്ങളിൽ എല്ലാം ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ആ ദൈവത്തെ പിന്നെ എന്താ നമ്മൾ പാടുന്നത്? അതിന്റെ ആ ചരണം രക്ഷകായൻ ദൈവമേ നീ അല്ലാതെ കണ്ടോ തന്റെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും രോഗങ്ങളിലും ക്ഷീണങ്ങളിലും എല്ലാം ഒരു ആമേൻ ഹല്ലേലൂയ താങ്ങുന്ന ഒരു കരം. അതുകൊണ്ട് ആ ഭക്തൻ പാടുകയാ നീ അല്ലാതെ വേറെ ആരും
അല്ലേ? എൻ രക്ഷക, എൻ ദൈവമേ, നീ അല്ലാതെ. കേട്ടോ? ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ആ ദൈവത്തിന്റെ നാം അനുഭവിച്ച ദൈവകൃപയോട് ചേർത്ത് വെച്ച് നാം തുലനം ചെയ്യുവാൻ നമുക്ക് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് ദൈവത്തോട് ആമേൻ ഹൃദയത്തിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ ആ സ്നേഹം ഉയർന്നു വരാൻ കഴിയാത്തത്. ആ നന്ദിയുള്ള ഹൃദയം ആമേൻ അതെ ഉയർന്നു വരാൻ കഴിയാത്തത് നമ്മൾ പലപ്പോഴും ആമേൻ അതെ ചിന്തിക്കും. ഇന്ന് പകൽ അവൻ നോക്കിക്കേ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, അവൻ ദൈവത്തിന്റെ കരുതലുകൾ എത്ര വലിയതായിരുന്നു, ദൈവത്തിന്റെ പരിപാലനങ്ങൾ എത്ര വലിയതായിരുന്നു, ദൈവത്തിന്റെ സംരക്ഷണം എത്ര വലിയതായിരുന്നു. അതെ ആ സുവിശേഷം നമ്മൾ കാണുന്നത് പോലെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ നമ്മെ മറച്ചു സൂക്ഷിച്ച ദൈവസ്നേഹം. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. മോശ പറയുന്നത് പോലെ കഴുകൻ തന്നെ ആമേൻ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്ക് മീതെ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. എത്ര ആമേൻ പരിപാലനം, ആ സ്നേഹത്തിന്റെ കരുതൽ എത്ര വലിയ. ആമേൻ അത് ഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അവരുടെ ഉള്ളം കത്തത്തുള്ളൂ. അവർക്ക് മാത്രമേ അവൻ വീണ്ടും ആ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കാൻ കഴിയുകയുള്ളൂ. അവൻ ഇഷ്ടപ്പെടാൻ കഴിയത്തുള്ളൂ. പൗലോസ് പറയുന്നത് പോലെ ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ആർക്കും കഴിയത്തില്ല. കാരണം അതിന്റെ ആഴം മനസ്സിലായത് കൊണ്ടാ. ആരാ ഇങ്ങനെ ജീവൻ കൊടുത്ത് വീണ്ടെടുക്കുന്നത്? ആ പാപികളിൽ ഞാൻ അവനായിരുന്നു, എന്നാൽ അവൻ എന്നോട് കരുണ കാണിച്ചു. ഒരിക്കലും യോഗ്യതയില്ലാതിരുന്ന എന്നെ വിശ്വസ്തനെന്ന് എണ്ണി എന്നെ എന്ത് ചെയ്തു? അവൻ ശുശ്രൂഷയ്ക്കാക്കി. ഭൂതന്മാർക്ക് പോലും ലഭിക്കാത്ത അവൻ ആ ആഴം തനിക്കങ്ങോട്ട് അവൻ ചിന്തിക്കുമ്പോൾ അല്ലേ? കാരണം താൻ എപ്പോഴും താൻ ഒത്തിരി ന്യായപ്രമാണത്തിൽ നിന്ന് ഒത്തിരി അറിവ് താൻ എന്ത് ചെയ്തു? സമ്പാദിച്ചു, ഒത്തിരി ജ്ഞാനം നേടി. അവൻ ഹല്ലേലൂയ താനായിരുന്ന സമൂഹത്തിൽ മറ്റാരേക്കാളും അധികം എന്ത് ചെയ്തു? മുതിർന്നു വന്നു അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? അവൻ മറ്റാരേക്കാളും അധികം താൻ എന്ത് ചെയ്തു? മുതിർന്നു വന്നു. അവൻ ഹല്ലേലൂയ. പൗലോസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബഹുമാനമായിരുന്നു, അവൻ ആദരവുള്ളവനായിരുന്നു, അംഗീകാരമുള്ളവനായിരുന്നു. കാരണം ഹല്ലേലൂയ അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത് അവൻ പ്രശംസിപ്പാൻ എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു, ലോകപ്രകാരം ഒത്തിരി ഉണ്ടായിരുന്നു. അവൻ പക്ഷേ ഹല്ലേലൂയ ഇതുകൊണ്ടൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തൊരാഴമാ അവൻ ഡെമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അല്ലേ? അവൻ ഈ ന്യായപ്രമാണത്തിൽ നിന്ന് ഇത്രയും അവൻ ഹല്ലേലൂയ അവൻ കാര്യങ്ങൾ ഗ്രഹിച്ചെങ്കിലും ഇവിടെ ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ മറഞ്ഞു കിടന്ന ഒരു മർമ്മമാ അവൻ ഡെമസ്കോസിന്റെ പടിവാതിൽക്കൽ തനിക്ക് വെളിപ്പെട്ടത്. അവൻ അത് വെളിപ്പെട്ടപ്പോൾ താൻ എല്ലാം ഉരിഞ്ഞു വെച്ചു. എല്ലാം ഉരിഞ്ഞു വെച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ന്യായപ്രമാണത്തിലെ ക്രിസ്തുവിനെ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ തന്റെ ജീവിതം മാറ്റിവെച്ചു.
ആമേൻ, ഹല്ലേലൂയ. അപ്പോഴാണ് തനിക്ക് മനസ്സിലായത് ന്യായപ്രമാണം മുഴുവൻ ആമേൻ ക്രിസ്തുവിന്റെ നിഴലാണെന്ന് തനിക്ക് മനസ്സിലായത്. ന്യായപ്രമാണം മുഴുവൻ ആമേൻ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടായിരുന്നെന്ന് മനസ്സിലായത്, നിഴലാണെന്ന് മനസ്സിലായത്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ, തന്റെ ആമേൻ മുഴുവൻ ആമേൻ പ്രയത്നവും ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കേണ്ടതിനായി അവൻ ക്രിസ്തുവിനെ കുറിച്ച് അറിയണം, അവനെ കുറിച്ച് എനിക്കറിയണം, ഒത്തിരി അറിയണം. അവൻ ഹല്ലേലൂയ, അവൻ ആരാണ്, എന്താണ്, അതല്ലേ കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ അവൻ ആരാണെന്ന് എത്ര ശക്തമായിട്ടാണ് വെളിപ്പെടുത്തുന്നത്. അവൻ കൊലോസ്യ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ അവൻ ആര്, അവൻ ക്രിസ്തു ആര്, അല്ലേ? അവൻ ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം അവൻ ആരാ? അവൻ അദൃശ്യനായ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. എത്രാം വാക്യം അത്? 15-ാം വാക്യം നോക്കിക്കും. അവൻ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കണ്ടോ, അവൻ ആരാ? അവൻ അദൃശ്യനായ ദൈവമാണ്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ, ഇന്നുവരെ ഇതൊന്നും മനസ്സിലായില്ലായിരുന്നു, വാഞ്ഞു നടക്കുകയായിരുന്നല്ലേ. എന്തൊരു എരിവായിരുന്നു, എന്തൊരു ആവേശമായിരുന്നു. ഈ മാർഗത്തെ മുടിച്ച് അവൻ തീർക്കണമെന്നുള്ളതായ ആവേശമായിരുന്നു. ഇപ്പൊ പുള്ളി പറയുന്നത് കണ്ടോ, എന്താ? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ. പത്രോസ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചവൻ, അവനെ ദൈവം ഏൽപ്പിച്ചു, അവനെ ഞങ്ങളാ പ്രസംഗിക്കുന്നത്, അവനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോ പൗലോസിന് രക്തം എന്ത് ചെയ്യുമായിരുന്നു? തിളയ്ക്കും. അംഗീകരിക്കാനൊന്നും ചെയ്യത്തില്ല. പക്ഷെ ഇപ്പൊ പുള്ളി പറയുന്നുണ്ടോ, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. എങ്ങനെ സ്നേഹിക്കാതിരിക്കും? ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുവരെ പുള്ളിക്ക് ഏറ്റവും വലുത് മഹാപുരോഹിതനായിരുന്നു, അല്ലേ? ആമേൻ, ആലയത്തിന്റെ ആമേൻ ഹല്ലേലൂയ കാര്യങ്ങൾ, ആലയത്തിന്റെ അവിടുത്തെ ആമേൻ ഹല്ലേലൂയ കാര്യങ്ങളും ക്രമീകരണങ്ങളും അതിന്റെ ആമേൻ ചുക്കാൻ പിടിക്കാൻ അതിന്റെ നേതൃത്വങ്ങളിൽ ആമേൻ നേതൃനിരയിൽ വളരെ ശക്തമായി നിലകൊള്ളുന്ന ഒരു മനുഷ്യൻ, അംഗീകാരവും അഭിമാനവും ആമേൻ മാന്യതയുമുള്ള ഒരു മനുഷ്യൻ. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നേരെ നിൽക്കാൻ ആർക്കും ആമേൻ കഴിയാത്തവണ്ണം അംഗീകാരമുള്ള ഒരു മനുഷ്യൻ. ഇപ്പം പറയുക, ഇതൊന്നും അവൻ പലപ്പോഴും നമ്മളത് മനസ്സിലാക്കിയാൽ നമ്മൾ ഇതിനൊന്നും വേണ്ടി ഓടത്തില്ല. നമ്മുടെ മുമ്പിൽ ലോകം ചെറുതാവും, നമ്മുടെ മുമ്പിൽ ലോകം നീയും, നമ്മുടെ മുമ്പിൽ ലോകം വലുതായി നിൽക്കുന്നതിന്റെ കാരണം നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല. നമ്മൾ അതുകൊണ്ട് ഇതെല്ലാം വെട്ടിപ്പിടിക്കണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നേ? പൗലോസ് അപ്പോസ്തലൻ കണ്ടത് എന്താണെന്നറിയാമോ? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. സകല സൃഷ്ടിക്കും ആദ്യജാതനുമാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം. അവൻ ഇവനാണോ വലുത്, അതോ
ഈ ലോകത്തിൻ്റെതായ ബഹുമാനങ്ങൾ. അതുകൊണ്ടാ പുള്ളി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇതൊന്നും എനിക്ക് എന്ത് ചെയ്യണ്ട അല്ലേ? സ്വർഗരാജ്യത്തിന്റെ ഉപമ കർത്താവ് പറഞ്ഞപ്പോ പറഞ്ഞു ഒരുത്തൻ അത് വയലിൽ എന്ത് ചെയ്തു, നേരെ എന്ത് ചെയ്തു, അതിന്റെ വില അറിയുന്നത് കൊണ്ട്, അതിന്റെ മഹത്വം അറിയാവുന്നത് കൊണ്ട്, അതിന്റെ ശ്രേഷ്ഠത അറിയാവുന്നത് കൊണ്ട് അവൻ ഉള്ളത് മുഴുവൻ അവൻ എന്ത് ചെയ്തു, വിറ്റിട്ട് ഏത് വാങ്ങി? അവന് വല്ല നഷ്ടപ്പെട്ടോ അതോ ഇവന് ലാഭമായി? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് എനിക്ക് ജീവിക്കുന്നത് മരിക്കുന്നത്. നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നിട്ടില്ല. നമ്മുടെ ഹൃദയത്തിന്റെ ആ കണ്ണ് നന്നായി തുറന്നാൽ നാം മറ്റേതിനേക്കാളും അധികം ദൈവത്തെ സ്നേഹിക്കാനിടയായി തീരും. ദൈവത്തോട് ചേർന്നിരിക്കാനിടയായി തീരും. നമ്മുടെ ആവേശം എന്ന് പറയുന്നത് അവൻ എത്രത്തോളം ദൈവത്തോട് പറ്റിയിരിക്കാൻ കഴിയുമോ അത്രത്തോളം പറ്റിയിരിക്കുവാനായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ദൈവകൃപയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിന്റെ കരുതലുകൾ, ദൈവത്തിന്റെ പരിപാലനം, ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ദൈവത്തോട് നമുക്ക് ഒത്തിരി അടുക്കാൻ ആവേശം. പലപ്പോഴും നമ്മൾ അതൊക്കെ മറന്ന് ലോകത്തിന്റെ പിന്നാലെ ഓടുകയാണ്. അത് തന്നെയാണ് നമ്മുടെ പരാജയത്തിന്റെ കാരണം. അത് തന്നെയാണ് നമ്മുടെ പരാജയത്തിന്റെ കാരണം. എന്നാൽ ദൈവത്തോട് ചേർന്നിരുന്നേ, ദൈവത്തോട് പറ്റിയിരുന്നേ, ദൈവത്തിൽ ആശ്രയിച്ചേ, ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ മഹത്വം, ദൈവം നടത്തുന്ന വിധങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന്റെ കരുതലുകൾ അനുഭവിക്കാൻ കഴിയും. ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രത്തോളം ദൈവം തന്റെ ഭക്തനെ മാനിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യൻ പറയുക, ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ എന്ത് ചെയ്യുന്നു, സ്നേഹിക്കുന്നു. അത് ഒത്തിരി ആ സങ്കീർത്തനം 50 വാക്യമുണ്ടല്ലേ, അത് വായിച്ചാൽ താൻ സ്നേഹിക്കാനുണ്ടായ കാരണങ്ങളാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്. ഈ 50 വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. അവൻ വീണ്ടും പറയുക, അവനെന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷയും എന്റെ ദൈവവും ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയം എന്റെ രക്ഷയായ കൊമ്പും ഗോപുരവും. എന്റെ ശൈലം, എന്റെ ശൈലം. ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും, ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ സ്വസ്ഥതകളും, ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ നന്മകളും അത് ദൈവത്തിന്റെ കരുതലാണ്, ദൈവത്തിന്റെ വിശ്വസ്തത, ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ സംരക്ഷണം നമുക്കറിയാം. ദൈവം ദൈവം നമ്മളെ സൂക്ഷിക്കുന്നത് കൊണ്ട് നോക്കിക്കേ, ഇവനെ അന്വേഷിച്ച് നടക്കുക. എവിടെ കണ്ടെത്തിയാലും പിടിച്ച് അവനെ രാജ്യദ്രോഹിയായിട്ട് എത്തിയിരിക്കുക. അവൻ നോക്കിക്ക് എവിടെ ചെന്നാൽ ആരെങ്കിലും കണ്ട അങ്ങനെ ഒറ്റുകൊടുക്കും അല്ലേ? രാജാവിനൊരു അറിവ് കൊടുത്ത നല്ല സമ്മാനം കിട്ടും. അപ്പം അവൻ പ്രാണഭയത്തോടുകൂടി എന്ത് ചെയ്യുന്നത്? പക്ഷേ അവൻ നല്ലൊരു ഒരു സൈന്യം മുഴുവൻ അന്വേഷിച്ച് നടന്നിട്ടും ഇവനെ കണ്ടില്ല, കണ്ടെത്തിയില്ല. സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തത്?
അവൻ അതുകൊണ്ട് ഭക്തൻ പറഞ്ഞത് അവനെ തികവുള്ള വഴിയിലൂടെ നടത്തിയെന്ന് പറയാം. തികവുള്ള വഴിയിലൂടെ അവൻ കണ്ടോ. ഒരു പ്രാവശ്യം അവൻ മുഖാമുഖം അവരെന്ത് ചെയ്യുക, ഒരിടത്ത് ഉറങ്ങുക രണ്ടുപേരും ഒരിടത്ത്. പക്ഷെ എന്നിട്ടും അവൻ ഒരു ചിന്തയിൽ പോലും എന്ത് ചെയ്തില്ല ഇതിനകത്തുണ്ടെന്ന്. ഇത്രയും പേര് അതിനകത്ത് ചവിട്ടി കയറിയിട്ട് ആ കാൽപ്പാട് പോലും ശ്രദ്ധിക്കാൻ എന്ത് ചെയ്തില്ല. അല്ലേ? നമ്മുടെ ഈ വീടിന്റെ ചുറ്റുപാടും ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പൊത്തുകൾ കാണും അല്ലേ? ഞാനിതൊക്കെ കാണുമ്പോൾ സൂക്ഷിച്ചു നോക്കും. ഇതിനകത്ത് നിരന്തരം എന്തിൻ്റെയെങ്കിലും പോക്കുവരവുണ്ടെങ്കിൽ അത് നമുക്ക് കാണുമ്പോൾ എന്ത് ചെയ്യാം, അത് തെളിച്ചോ അല്ലേ? അന്നേരം നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് ആരുടെയോ വാക്ക്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ചെറുതിയോലെയൊക്കെ പിടിച്ചെന്തി. അങ്ങനെയാണ് യുവമാർ ഇത്ര എണ്ണം ഇതിനകത്ത് കയറി ഇരിക്കുമ്പോഴും ഇതിനകത്ത് ഈ പുള്ളി വന്നിട്ട് അവന്റെ കൂടെ ഉള്ളവരൊക്കെ വന്നിട്ടൊന്ന് എന്ന് പറഞ്ഞാൽ ദൈവം ഇവന്റെ കണ്ണും ചെയ്യുക, ഇവരുടെ ബുദ്ധി എന്ത് ചെയ്യുക. അഹീതോഫേലിന്റെ ഈ ബുദ്ധിയെ അഫലമാക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബുദ്ധി അഫലമായതുകൊണ്ട് അപ്പം ദൈവത്തിന്റെ സംരക്ഷണം. അതുകൊണ്ടാണ് ഭക്തൻ പറഞ്ഞത് ദൈവം എന്റെ കോട്ടയാണ്, എന്റെ കോട്ടയും എന്റെ ശൈലവും എന്റെ രക്ഷകനും എന്റെ രക്ഷകനും എന്റെ ദൈവവും പാറയും പരിചയും ഹോപ്പും ഗോപുരവും. കണ്ടോ, അവൻ കോട്ടയാ, കോട്ടയം ഗോപുരം. ഇതുപോലെ പലപ്പോഴും നമ്മുടെ മെടുക്കൊണ്ടൊന്നും അല്ലെന്നേ, നമ്മുടെ മെടുക്കൊണ്ടൊന്നും അല്ല, നമ്മുടെ മെടുക്കൊണ്ട് ദൈവം നമ്മളെ സൂക്ഷിക്കുന്നത്, ദൈവം നമ്മളെ നടത്തുന്നത് ദൈവത്തിന്. അപ്പം നമ്മളിത് പലപ്പോഴും ചിന്തിക്കാത്തത് കൊണ്ടും ധ്യാനിക്കാത്തത് കൊണ്ടും ഒക്കെയാണ് നമ്മൾ എന്തായാലും അങ്ങനെ തോന്നിയതുകൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു. പക്ഷെ വന്നിരുന്ന് ചിന്തിക്കുമ്പോഴേ രക്ഷപ്പെട്ടത് ദൈവത്തിന്റെ ഭക്തൻ പറയുന്നത് എന്താ പറയുന്നേ, എന്റെ പരിചയം എന്റെ രക്ഷയായ അവൻ കണ്ടോ. അതുകൊണ്ട് പുള്ളി മൂന്നാമത്തെ തീരുമാനം അതുകൊണ്ട് സുത്യനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, രക്ഷപ്രാപിക്കുകയും ചെയ്യും. ഇനി ഞാൻ അവനെ തന്നെ വിളിച്ചപേക്ഷിക്കും, വേറെ ആരെ. ഇനി എനിക്ക് അവൻ തന്നെ മതി. ഞാൻ ഇനിയും അവനെ തന്നെ ആശ്രയിക്കും, ഞാൻ അവനെ തന്നെ വിളിച്ചപേക്ഷിക്കും. അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. അവൻ തീരുമാനങ്ങളാ ഭക്തങ്ങൾ. തുടർന്നുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തന്റെ അനുഭവങ്ങൾ മരണവാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ എന്ത് ചെയ്തു, വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. അതെ, 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ എന്ത് ചെയ്തു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. അവർ എന്നിലും അവൻ ബലമേറിയവരായിരുന്നു. കാരണം അവൻ രാജാവ്, സൈന്യമുണ്ട്, അവന് ബലമുണ്ട്, ബലമേറിയവരാ. പക്ഷേ ദൈവം എന്നെ സൂക്ഷിച്ചു, ദൈവം എന്നെ സംരക്ഷിച്ചു, ദൈവം എന്നെ മറച്ചു. അല്ലേ, ഏലിയാവിനെ കൊണ്ട് ഇരുത്തിയേക്കുന്നുണ്ടോ. ആഹാബ് ഇനി അന്വേഷിക്കാൻ
ആമേൻ ഹല്ലേലൂയ. ആമേൻ അതേ തരിപ്പൂഴി മൊത്തം ആമേൻ പെറുക്കി ആമേൻ അരിച്ചു പെറുക്കിയിട്ടും ഏലിയാവിനെ കണ്ടെത്താൻ കഴിയും. കാരണം ദൈവമായിട്ട് ഇതേ അവനെ വിളിച്ചോ. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. യഹോവ എനിക്ക് തുണയായി. അവൻ കണ്ടോ, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു, അവൻ എന്നെ വിശാലതയിലേക്ക് കണ്ടു. ഈ പ്രതിസന്ധികളുടെ എല്ലാം നടുവിലൂടെ കടന്നുപോയിട്ടും ആമേൻ സ്വർഗത്തിലെ ദൈവം അവനൊരു വിശാലത നൽകി. ആമേൻ കണ്ടോ. ആമേൻ. അതെ, അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നതേ കണ്ണ് കണ്ടിട്ടില്ലെന്നേ, ചെവി കേട്ടിട്ടില്ലെന്നേ, ഒരു ഹൃദയത്തിൽ എന്ത് ചെയ്തിട്ടില്ല. എല്ലാവരും പറയുന്നത് അവൻ രക്ഷപ്പെടത്തില്ലെന്ന്. അവസാനിച്ചു അവൻ ഗതി പിടിക്കത്തില്ല. അതേ സ്വർഗത്തിലെ ദൈവമാ കരം പിടിച്ചതെങ്കിലേ നിവർത്തി നിർത്തുന്ന ദൈവമാണ്, നിവർത്തി നിർത്തുന്ന ദൈവമാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ പരിഹസിച്ചവരുടെ മുൻപിൽ, ആമേൻ ഹല്ലേലൂയ, അപമാനിച്ചവരുടെ മുൻപിൽ, മാറ്റി നിർത്തിയവരുടെ മുൻപിൽ, ഒറ്റപ്പെടുത്തിയവരുടെ മുൻപിൽ, ആമേൻ ഹല്ലേലൂയ, തല ഉയർത്തി നിർത്തുന്ന ഒരു ദൈവമാണ് ആക്ഷേപിക്കുന്നത്. ഹല്ലേലൂയ. ഒത്തിരി ഓടി, ഒത്തിരി അലഞ്ഞു, ഒത്തിരി വലഞ്ഞു, ഒത്തിരി വിശന്നു, ആമേൻ പ്രാണഭയം ഒത്തിരി അലട്ടി. പക്ഷേ ഹല്ലേലൂയ, ഇതിന്റെ നടുവിലൂടെ സ്വർഗത്തിലെ ദൈവം ആമേൻ നടത്തി, ആമേൻ വിശാലതയിലേക്ക് അവനെ കൊണ്ടുപോകും. തിരിഞ്ഞു നോക്കുക, ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരണപാശങ്ങൾ, പാതാള വേദനകൾ, ആമേൻ ഇതൊക്കെ തുടർന്ന് പിടിച്ച് എങ്കിലും ഇതിനൊന്നും എന്നെ ആമേൻ ആമേൻ അതെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്റെ ആമേൻ അതേ പരിധി ആമേൻ കൽപ്പിക്കാൻ കഴിഞ്ഞില്ല. മറിച്ച് മാനുഷികമായ ആമേൻ ഹല്ലേലൂയ ചിന്തകൾക്കപ്പുറം സ്വർഗ്ഗത്തിലെ ദൈവം അവനെ കൊണ്ടുവന്നെങ്കിൽ ആമേൻ ആ ദൈവം നാം സേവിക്കുന്നത്. തീർന്നില്ല. ആമേൻ പിന്നെയും പറയുന്ന കാര്യങ്ങൾ നോക്കിക്കേ. അവൻ എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് ആമേൻ. അപ്പം ഏറ്റവും വലിയ വിഷയം ദൈവത്തിന് പ്രസാദകരമായി നിൽക്കുക അല്ലേ. പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ അവൻ അതേ ഓർപ്പിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ളവരായി, ദൈവത്തിന് പ്രസാദമുള്ളവരായി. അവൻ അതെ തന്റെ ലേഖനങ്ങളിലൊക്കെ ആവർത്തിച്ച് ഉണർത്തുന്ന ഒരു വിഷയം ദൈവത്തിന് സൗരഭ്യമായി നിൽക്കുക അല്ലേ. കൊരിന്ത്യർ ദൈവസഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ പറയുക, അവൻ ഞങ്ങൾ ദൈവത്തിന് സൗരഭ്യമാണ്. അവൻ നശിച്ചു പോകുന്നവരുടെ ഇടയിലും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ദൈവത്തിന് പ്രസാദകരമായി നിൽക്കുക എന്നുള്ളത്. അവൻ അതെ അവൻ ചോദിക്കുന്നത്, മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ എനിക്ക് ദൈവത്തിന് പ്രസാദകരമായി നിൽക്കുക എന്നുള്ളത്. ദൈവസഭകളോട് ദൂത് എഴുതുമ്പോൾ പറയുന്നത് ദൈവത്തിന് പ്രസാദമുള്ളവരായി നിൽക്കണം. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ അവൻ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കും. അപ്പം ദൈവത്തിന് അവനിൽ പ്രസാദമുള്ളായിരുന്നത് കൊണ്ട് ദൈവം അവനെ എന്ത് ചെയ്യുന്നു? വിശാലതയിലേക്ക് കൊണ്ടുവന്നു. യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം. അപ്പൊ അവിടേക്ക് നമുക്ക് ഒത്തിരി ചിന്തിക്കേണ്ട വിഷയമാണ്. യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം. അവൻ നമുക്ക് യാതൊരു ദയയില്ല, അവൻ നല്ല കരുണയില്ല, അവൻ നല്ല വിശ്വസ്തതയില്ല. എങ്ങനെ രക്ഷപ്പെടുന്നവരെ അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞതുപോലെ ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടെന്ത് ചെയ്യരുത്. അവയെ നിന്റെ
ഹൃദയത്തിൽ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. ദയയും വിശ്വസ്തതയും. ആമേൻ, ഹല്ലേലൂയ. ശലോമോൻ, ജ്ഞാനിയായ ശലോമോൻ, ആമേൻ, ഹല്ലേലൂയ, മകനെ അപ്പന്റെ ഉപദേശം കേൾക്കുക എന്ന് പറഞ്ഞ്, ആമേൻ, അതേ വരുമ്പോൾ ഹല്ലേലൂയ പറയുക, ദയയും വിശ്വസ്തതയും എന്ത് ചെയ്യണം? ദൈവത്തിന് പ്രസാദമുള്ള സ്വഭാവങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ചെയ്യരുത്. ആമേൻ, ദൈവത്തിന് പ്രസാദം അതൊക്കെയാ. ആമേൻ, ഹല്ലേലൂയ. ദൈവമേ, ദൈവത്തിന്റെ വചനത്തിലെ സൂചിച്ചാമേൻ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞില്ലയോ, കരുണ. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്ത് ചെയ്യും? അവൻ നമ്മുടെ ജീവിതത്തിൽ ഒരു കരുണ ഇല്ലെങ്കിൽ ദൈവത്തിന്റെ കരുണ എങ്ങനെ നമ്മുടെ മേൽ വരുന്നത്? അവൻ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ കരുണ ലഭിക്കും. അതിനകത്ത് ഭാഗ്യം എന്തുവാ? കരുണ ഉള്ളവരുടെ ഭാഗ്യം എന്താ? അവർ കരുണ ലഭിക്കും. അവർക്ക് കരുണ ലഭിക്കും. അപ്പം അവൻ പ്രൈസിലോടല്ലേ ദൈവത്തിന് പ്രസാദമുള്ള, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും അവനത് വിട്ടുകളയരുത്. ഇവിടെ ഭക്തൻ പറയുന്നത് കണ്ടോ, എന്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി. എന്റെ എങ്ങനെയാ പറയുന്നത്? വായിച്ചേ. എന്റെ നീതിക്ക് തക്കവണ്ണം. അവൻ ജീവിതത്തിൽ നേരും അവൻ നീതിയും സത്യവും ഇല്ലെങ്കിൽ എങ്ങനെ ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹം പ്രാപിക്കണം? വക്രനോട് വക്രതയുള്ളവൻ. അപ്പം ജീവിതത്തിൽ നാം എങ്ങനെയാണോ അങ്ങനെ ദൈവം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു നല്ല മനസ്സാക്ഷി, അതല്ലേ ദൈവത്തിനൊക്കെ പറയുമ്പോൾ നല്ല മനസ്സാക്ഷി ഉള്ളവരായിട്ട് എന്ത് ചെയ്യണം? ഓരോ സംബന്ധം പറയുന്നത് പോലെ നാം നല്ല നീതിമാന്മാരുടെ ഇടയിലും നീതി കെട്ടവരുടെ ഇടയിലും ഞങ്ങൾ ഒരു പുനരുത്ഥാനമുണ്ടെന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? വിശ്വാസമേൻ പുനരുത്ഥാനം അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾ അവൻ നല്ല മനസാക്ഷി പുലർത്തുവാൻ എന്ത് ചെയ്യുന്നു? കാരണം അവനൊരു പുനരുത്ഥാനമുണ്ട്. മരണം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, ഒരു പുനരുത്ഥാനമുണ്ട്, അല്ലേ? നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനമുണ്ട് എന്ന് ഇവർ കാത്തിരിക്കുന്നു. അപ്പൊ നീതികെട്ടവർക്കൊരു പുനരുത്ഥാനമുണ്ട്, നീതിമാന്മാർക്ക് ഒരു പുനരുത്ഥാനമുണ്ട്. അപ്പൊ ഒരു പുനരുത്ഥാനം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എപ്പോഴും എങ്ങനെയാ? നീതികെട്ടവർക്കും അതുകൊണ്ട് അപ്പൊ ഈ നല്ല മനസാക്ഷി എന്തുകൊണ്ട് പുലർത്തണം? എന്തുകൊണ്ട് അവർ നല്ല മനസാക്ഷിയുടെ ഉടമയായി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ട്? എങ്ങനെയും ജീവിച്ച അവൻ ഹല്ലേലൂയ മരിക്കം കൊണ്ട് അവസാനിക്കുന്നില്ല, മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ രണ്ടുപേരുടെയും മരണം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. അതുകൊണ്ട് അവൻ ഒരു പുനരുത്ഥാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് നല്ല മനസാക്ഷിയോടെ എന്ത് ചെയ്യുക? കാരണം ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? നീതി കെട്ട് ജീവിച്ച പുനരുത്ഥാനത്തിൽ എവിടെ ചെല്ലും? എവിടെ പോകും? യാതനയിലൂടെ പോകും. അതുകൊണ്ട് അവൻ നല്ല മനസാക്ഷി പുലർത്താൻ എന്ത് ചെയ്യുകയാണ്? അപ്പം അവൻ നല്ല മടങ്ങി വരാം. സങ്കീർത്തനത്തിൽ നമുക്ക് മടങ്ങി വരാം. അപ്പം എന്റെ നീതി എങ്ങനെയാ വായിച്ചേ? യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, യഹോവയുടെ നീതിയല്ല അവിടെ, യഹോവയുടെ നീതിയല്ല. യഹോവ നീതിമാനാ, നീതിയെ ഇഷ്ടപ്പെടുന്നവനാ, നീതി ചെയ്യുന്നവനാ. പക്ഷെ ഇവിടെ യഹോവയുടെ നീതിയല്ല, നമ്മുടെ നീതി. നമ്മൾ എങ്ങനെയാണ്? നിഷ്കളങ്കനാണോ? അവൻ ദയവുള്ളവനാണോ? കരുണയുള്ളവനാണോ? ഒരു മനസ്സ് ആമേൻ ഹല്ലേലൂയ എന്താ ഒരു ആമേൻ ഹല്ലേലൂയ മനസ്സലിവുള്ളവനാണോ? അല്ലേ? അപ്പൊ ഇത് ഇവിടെ വരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനൊത്തവണ്ണമുള്ള പ്രതിഫലം. കർത്താവ് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതി. പക്ഷെ ആ വെള്ളം എന്താണെന്ന് വിചാരിച്ചാ കൊടുത്തേ? ആ മനോഭാവമാണ് അതിനകത്തെ വിഷയം, അല്ലെ? പ്രവാചകൻ എന്ന് വിചാരിച്ച് ഒരു ഗ്ലാസ് തണ്ണീര്, അപ്പൊ അവനൊരു ദൈവ പുരുഷൻ, ഒരു ദൈവ മനുഷ്യൻ, ഒരു ആമേൻ ഹല്ലേലൂയ എന്ന് വിചാരിച്ച് ആ മനോഭാവം രണ്ട് കാശിട്ട വിധവ ഒത്തിരി നിട്ടില്ല, രണ്ട് കാശ്. അവിടെ ഒത്തിരി ഇട്ടവരുണ്ട്. പക്ഷെ സ്വർഗം പറയുക, ആ മനോഭാവം കണ്ടോ? അവളുടെ ആ മനോഭാവം. അപ്പൊ ദൈവത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് എന്താ? അവൻ എന്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി എന്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു, ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. വിട്ടു നടന്നിട്ടില്ല. നിഷ്കളങ്കനായും എന്നെ തന്നെ കാത്തു. യഹോവ എന്റെ നീതി പ്രകാരവും എന്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം. അപ്പൊ നമ്മളിവിടെ അപ്പൊ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊന്നും തീർത്തില്ല, എങ്ങനെയും. അതുകൊണ്ടാ അബ്രഹാമിനോടും ദൈവം പറഞ്ഞത് കണ്ടോ, നീ എന്ത് ചെയ്യണം? അവൻ ഹല്ലേലൂയ വാഗ്ദത്തത്തിന്റെ സമയമായപ്പോ അവനോട് പറയുക, നീ എന്റെ മുമ്പാകെ നീ എന്റെ മുൻപാകെ സ്വർഗം. അങ്ങനെ പറഞ്ഞെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദൈവം കണ്ടത് അല്ലേ? ദൈവം വെറുതെ ഒരു കാര്യം പറയത്തില്ല. ദൈവം അത് കൂടുതലൊന്നും പറയണ്ട. നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ ആർക്കും മനസ്സിലായില്ലെങ്കിലും നമുക്ക് മനസ്സിലാവും അതിന്റെ ഉദ്ദേശം എന്തുവാണ്, അല്ലേ? കാരണം നമ്മുടെ ഹൃദയം അറിയുന്നത് നമ്മൾ മാത്രമാണ്. അപ്പൊ ദൈവം ഒരു കാര്യം അബ്രഹാമിനോട് പറഞ്ഞെങ്കിൽ കണ്ടോ, ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ എന്റെ മുൻപാകെ നിഷ്കളങ്കനായി നടക്കാം. കാരണം കണ്ടോ, അടുത്ത വർഷം എന്ത് നടക്കണം? വാഗ്ദത്തം നിറവേറണം. വാഗ്ദത്തം പറഞ്ഞിരിക്കുക, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ ഒരു കാരണം സ്വർഗം ഇറങ്ങി വന്നിരിക്കുക, മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്നിരിക്കുക. അബ്രഹാമിനത് മനസ്സിലായില്ലെങ്കിലും അവർ പോകുമ്പോൾ പറയുകയാ, നീ എന്റെ മുൻപാകെ എന്ത് ചെയ്യണം? ഇന്ന് പകൽ നിഷ്കളങ്കതയോടെ ദൈവത്തിന് പ്രസാദകരമായി ദൈവത്തോട് പറ്റിയിരിക്കുവാൻ നമുക്കിടയാകുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ കൈപിടിക്കുവാൻ ഇടയായി. ദൈവം നമ്മെ നടത്തും, ദൈവം നമ്മെ കരുതും. ഒരു പുരുഷായുസിൽ
ആമേൻ വേണ്ടുന്നതെല്ലാം ദൈവം ഭദ്രമായി ദൈവം നടത്തും. ആമേൻ. കൂട്ടുകാരൻ പരമായി ദൈവം നമ്മെ എന്ത് ചെയ്യും കണ്ടോ? അവൻ ഭക്തൻ പറയുന്നത് കണ്ടോ? അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ ജീവിതത്തിന്റെ അവൻ പിന്നിട്ട പാതയെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ പറയുകയാ, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവമായിരുന്നു എൻ്റെ ദൈവമാണ് എൻ്റെ ആശ്രയം. ദൈവമാണ് എൻ്റെ ശൈലം, ദൈവമാണ് എൻ്റെ കോട്ട, ദൈവമാണ് എൻ്റെ ആശ്രയം, ദൈവമാണ് എൻ്റെ ദൈവം. അവൻ എൻ്റെ പാറ, അവൻ എൻ്റെ ഗോപുരം, എൻ്റെ രക്ഷയുടെ കൊമ്പ് എല്ലാം. അതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കും, ഞാൻ അവനെ ഒത്തിരി സ്നേഹിക്കും. അവൻ മാത്രം മതി എനിക്ക്, അവൻ മാത്രം മതി. അതെ, നമ്മൾ പാടുന്നത് പോലെ അവൻ മാത്രം മതി, അവൻ മാത്രം മതി. ഞാൻ അവനെ സ്നേഹിക്കും, ഞാൻ അവനെ സ്നേഹിക്കും, ഞാൻ അവനെ തന്നെ വിളിച്ചപേക്ഷിക്കും. അവൻ ഇനിയും ഞാൻ അവനെ തന്നെ വിളിച്ചപേക്ഷിക്കും. അവൻ ഇനിയും ഞാൻ അവന്റെ വിടുതലുകൾ അനുഭവിക്കും. നമുക്കും ദൈവസന്നിധിയിൽ കഴിഞ്ഞ നാളുകൾ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ കരുതലുകൾ ഓർത്തുകൊണ്ട്, ഒന്നിനും നമ്മൾ യോഗ്യതയുള്ളവരല്ലായിരുന്നു. എന്നാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് കൈപിടിച്ച് നമ്മെ തല ഉയർത്തി നിർത്തിയ ആ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതൽ, ആ ദൈവത്തിന്റെ പരിപാലനമൊക്കെ ഓർത്ത് ഇനിയും ദൈവത്തെ സ്നേഹിപ്പാൻ തയ്യാറായാൽ, ദൈവത്തോട് പറ്റിയിരിക്കുവാൻ തയ്യാറായാൽ, അവനിൽ തന്നെ ആശ്രയിച്ചാൽ അവൻ ധാരാളം ദൈവത്തിന്റെ വിടുതലുകൾ അനുഭവിക്കുവാൻ. അവൻ അതേ ഭക്തൻ പാടുന്നത് പോലെ അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും കടക്കാരനല്ല. അവൻ ആരവനോട് ചേർന്നിരിക്കുന്നു, അവനോട് പറ്റിയിരിക്കുന്നവരെ അവൻ ആദരിക്കുന്നവനാ, ഉയർത്തുന്നവൻ. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയുകയാണ്. ഇന്ന് പകൽ അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ഒരു നന്മ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തിൽ നിന്നൊരു ഉദ്ധാരണം ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തിൽ നിന്നൊരു വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ സംരക്ഷണം ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ കൃപ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തിന് പ്രസാദകരമായി ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം.